ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഈ ഒരു ജൂൺ മാസം അവസാനം നമ്മുടെ പ്ലസ് ടു എക്കണോമിക്സിൻ്റെ സേ എക്സാം നടക്കാനിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ. മിസ്സിന് 1-2 പേര് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു വളരെ പേടിയുണ്ട്, എക്കണോമിക്സ് പാസ്സാവില്ല, എക്കണോമിക്സും ഇംഗ്ലീഷും ആണ് പ്രത്യേകിച്ച് പാസ്സാകാതെ ഇരുന്നിട്ടുള്ളത്. കൂടുതൽ പേരും അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. മിസ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ കാര്യങ്ങൾ പഠിച്ചു പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പാസ്സായിരിക്കും. നമുക്ക് പാസ് മാർക്കിന് വെറും 24 മാർക്കാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റും. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ് കേട്ടോ. നമ്മുടെ കഴിവിൽ നമ്മൾ എന്താണ് വിശ്വസിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു എക്സാം പാസ്സായി നമുക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളും കൂടെ ഒന്ന് മനസ്സ് ഇരുത്തി പഠിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ്. അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം. ഈ ഒരു പാഠം വളരെ എളുപ്പമാണ്. ഇതിൽ എന്തായാലും എന്താണ് അത്യാവശ്യം മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പ്രോബ്ലംസ് ആണ് എല്ലാവർക്കും ടഫാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രോബ്ലം വരുന്നില്ല. ഗ്രാഫ് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രാഫ് സഹിതം പഠിക്കണം കേട്ടോ. അപ്പോൾ കമ്പാരിസൺ ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും, അതുപോലെ എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം, ഈ കാര്യങ്ങളാണ്. അടുത്തത് പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ് എന്താണ്, താരതമ്യമാണ് കേട്ടോ. അടുത്തത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യത വക്രം എന്താണ് എന്നുള്ളതാണ്. അതിന്റെ ആ ഒരു ഗ്രാഫ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, പരിഹാരവും കൂടെ പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിസ് പറയുന്ന. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തീർച്ചയായിട്ടും പഠിക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഇത്രയും ടൈം കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരാണ്, അല്ലെങ്കിൽ പഠിച്ച് തലയിൽ നിൽക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ മിസ്സിന്റെ കയ്യിൽ ഒരു PDF അവൈലബിൾ ആണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു PDF ആണത്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതണം ആ ഒരു തരത്തിൽ തന്നെ നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ. അപ്പോൾ വെറും ഈ ഒരു 24 മാർക്ക് എനിക്ക് പാസ്സായാൽ മാത്രം മതി എന്നുള്ളവരാണ് എങ്കിൽ മിസ്സിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു PDF നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വളരെ ചെറിയ എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു ചെറിയ എമൗണ്ട് അതിനാവുന്നുണ്ട്. എമൗണ്ട് എന്നൊന്നും പറയാനില്ല, ഒരു തുച്ഛമായ പൈസ അതിനാകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മിസ്സിൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. മിസ് ആ ഒരു PDF അയച്ചു തരാം. ഓക്കെ, നമ്മളെ ലാസ്റ്റ് ചാൻസ് ആണ് അല്ലേ. ഇനി നമുക്ക് എന്താണ് 1 വർഷം അവിടെ കളയേണ്ടതായിട്ട് വരും ഇതിൽ പാസ്സായിട്ടില്ല എങ്കിൽ. അപ്പോൾ ആരും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇക്കണോമിക്സ് നമുക്ക് തീർച്ചയായിട്ടും പാസ്സായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു PDF നിങ്ങൾ വാങ്ങി പഠിക്കുക. അത് എന്താണ് മിസ് പറയുന്നത്, പാസ്സാകണം, എന്നെക്കൊണ്ട് ഇതൊന്നും പഠിക്കാൻ, അതായത് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കാൻ പറ്റില്ല എന്നുള്ളവരാണ് എങ്കിൽ ഓക്കെ, മിസ് ഒരിക്കലും നിർബന്ധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താല്പര്യമാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ മിസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ പഠിച്ച് എക്സാം എഴുതാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു PDF മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് 100% ചോദിക്കുമെന്നുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു 2-3 എന്താ പറയുക പ്രോബ്ലം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത് അത്രയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ മിസ് എങ്ങനെയാണ് എന്താണ് സംഭവം എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു വോയിസും കൂടെ അയച്ചു തരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്താ നോക്കാം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം. അവിടെ നമുക്ക് കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. ബഡ്ജറ്റ് ലൈൻ നോക്കേണ്ടതായിട്ടുണ്ട്. ചേഞ്ച് ഇൻ ബഡ്ജറ്റ് സെറ്റ്, ഇൻഡിഫറൻസ് കർവ്. ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് പഠിക്കണം, ഗ്രാഫ്, പിന്നെ ഡിമാൻഡ്, ചോദനം. ഓക്കെ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, വില ഇലാസികത, ചോദനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. തേർഡ് ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപാദനവും ചെലവും. അവിടെ ഹ്രസ്വകാല ഉൽപാദന ധർമ്മവും ദീർഘകാല ധർമ്മവും എന്താണ് എന്ന് പഠിക്കാം. അതുപോലെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന അടുത്തൊരു പേരാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. അപജയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്നുള്ളത് എന്താണ് എന്ന് പഠിക്കാം. റിട്ടേൺസ് ടു സ്കെയിൽ, തോതനുസരിച്ചുള്ള പ്രത്യയം. ഓക്കെ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. TP, AP, MP കണ്ടുപിടിക്കാനുള്ളത്.
അടുത്തത് കോസ്റ്റ്, ഷോർട്ട് ആൻഡ് ലോങ് റൺ കോസ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും എല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. അടുത്തത് 4th ചാപ്റ്റർ ആണ് തിയറി ഓഫ് ഫിർം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പൂർണ്ണകിട മത്സര കമ്പോളത്തിന്റെ സിദ്ധാന്തം. ഈ ഒരു പാഠം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ്, പൂർണ്ണകിട മത്സര കമ്പോളത്തിന്റെ സവിശേഷത പഠിക്കണം. അതുപോലെ കമ്പോളത്തിൽ ലാഭം പരമാവധിയാക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് ഷട്ട് ഡൗൺ പോയിന്റ്, അതായത് അടച്ചുപൂട്ടൽ അവസ്ഥ എന്താണ് എന്നുള്ളത്. അതുപോലെ ബ്രേക്ക് ഇവൻ പോയിന്റ്, അതുപോലെ പ്രധാനം. ഓക്കെ, സപ്ലൈ ഇവിടെയാണ് പഠിക്കുന്നത് നിങ്ങൾ. പ്രധാനത്തിന്റെ വില ഇലാസ്തികത ഇതെന്താണ് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. അടുത്തത് ചാപ്റ്റർ 5 ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം, കമ്പോള സന്തുലിതാവസ്ഥ. ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇക്വിലിബ്രിയം, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, സന്തുലിതാവസ്ഥ, അധിക ചോദനം, അധിക പ്രധാനം. ഓക്കെ, അടുത്തത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ചോദന പ്രാധാന്യത്തിലെ ഒന്നിച്ചുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ അടുത്തത് കമ്പാരിസൺ ആണ്, താരതമ്യമാണ്, വിലപരിധിയും തറവിലയും എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് മാക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, അപ്പോൾ മിസ് സ്പീഡായിട്ട് പറയുന്നത് നിങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് അത് വെച്ച് പഠിക്കാം കേട്ടോ. ഈ ഒരു നമ്മുടെ ഈ ഒരു PDF സ്ക്രീനിൽ കാണുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാം. ഇതൊക്കെയാണ് ടോപ്പിക് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്. ഓക്കെ, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മാക്രോ എക്കണോമിക്സ് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണ്, അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ആമുഖം. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, തിയറിയാണ് വരുന്നത്. ഓക്കെ, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉദയാണ്. ഓക്കെ, ഒറിജിൻ ആണ്. അടുത്തത് സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ, സെക്ടേഴ്സ് ഏതൊക്കെയാണ് എക്കണോമിയുടെ എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്തൊരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരിക. ഓക്കെ ആണല്ലോ. 7th ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കല്. അപ്പൊ എന്താണ് ചരക്ക്, ഗുഡ്സ് നോക്കുക. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം, അതിന് ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തതാണ് സ്റ്റോക്സ് ആൻഡ് ഫ്ലോ, ശേഖരങ്ങളും അതുപോലെ പ്രവാഹങ്ങളും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഇൻവെന്ററി. 5ാമത്തതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്, മൊത്ത നിക്ഷേപവും അറ്റ നിക്ഷേപവും. ഓക്കെ, അടുത്തത് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ. 3 രീതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോമിനൽ ആൻഡ് റിയൽ GDP, നാമമാത്ര GDPയും യഥാർത്ഥ GDPയും. GDP വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അടുത്തത് ഉപഭോക്തൃ വില സൂചികയും മൊത്ത വില സൂചികയും. ഓക്കെ, അപ്പോൾ മിസ് ഒന്നും കൂടെ നിങ്ങളോട് പറയാണ്, നമ്മുടെ കയ്യിൽ വേറെ ഒരു PDF അവൈലബിൾ ആണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പാസ് മാർക്ക് മാത്രം മതി. അല്ലാത്തവരുണ്ടാവും എക്സാം എഴുതാൻ, അതായത് എനിക്ക് ഒന്നും കൂടെ എന്താണ് നന്നായിട്ട് എഴുതണം, നന്നായിട്ട് ഈ ഒരു എക്സാമിലൂടെ മാർക്ക് സ്കോർ ചെയ്യണം എന്ന് വിചാരിച്ച് എഴുതുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരെന്താണ് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പഠിക്കുക. അല്ലാത്തവർ ജസ്റ്റ് പാസ് ആയാൽ മതി, എനിക്ക് ഷുവറായിട്ടും പാസ്സാവണം എന്നുള്ളവർ എന്ത് ചെയ്യുക, മിസ്സിനൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ മിസ് പറഞ്ഞതുപോലെ ആ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരാം. അതിൽ എല്ലാം ഉണ്ട്. ഓക്കെ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഏതാണോ ചോദിക്കുന്നത് അതെങ്ങനെയാണോ എഴുതേണ്ടത് ആ ഒരു തരത്തിലാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മിസ് തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ചാപ്റ്റർ 8 ആണ് മണി ആൻഡ് ബാങ്കിങ്ങും, അതായത് പണവും ബാങ്കിങ്ങും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആ ഒരു ഭാഗം, ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിന്റെ ധർമ്മങ്ങളാണ്. അടുത്തത് ഡിമാൻഡ് ഫോർ മണി, പണത്തിന്റെ ചോദനം. അടുത്തത് സപ്ലൈ ഓഫ് മണി, പണത്തിന്റെ പ്രധാനം. ഫങ്ഷൻസ് ഓഫ് RBIയുടെ ധർമ്മങ്ങൾ. അതൊക്കെ ഒരു 5-6 നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മവും. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അടുത്തത് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കുന്ന നയ ഉപാധികൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് ഇൻകം ഡിറ്റർമിനേഷൻ ആണ്, വരുമാന നിർണ്ണയമാണ്. ഓക്കെ, എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഉപഭോഗ ചോദനം, കൺസപ്ഷൻ ഡിമാൻഡ് എന്താണ്. നിക്ഷേപ ചോദനം, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്. അടുത്തത് ഇൻകം ഡിറ്റർമിനേഷൻ ഇൻ 2 സെക്ടർ, ദ്വിമേഖലാ മാതൃകയിലെ വരുമാന നിർണ്ണയം എങ്ങനെയാണ് എന്നുള്ളത്. അടുത്തത് മൾട്ടിപ്ലയർ, അത് എന്താണ്, പ്രോബ്ലം ക്വസ്റ്റ്യനും വരാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് മിതവ്യയ വിരോധാഭാസം, പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അത് തിയറിയാണ് വരുന്നത്. അടുത്തത് ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമി, ഗവൺമെന്റ് ബഡ്ജറ്റും സമ്പദ് വ്യവസ്ഥയും. എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലും വരുന്നത് എന്താണ്, ആദ്യം വരുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബഡ്ജറ്റിന്റെ ഘടകങ്ങൾ, കമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. അടുത്തത് ഫിസ്ക്കൽ പോളിസി, ധനനയം.
പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം, ഇവിടെ എന്താണ് നിങ്ങൾക്ക് പ്രോബ്ലം വരാം, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ഗവൺമെന്റിന്റെ ചെലവ് ഗുണകം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ലാസ്റ്റ് ആണ് ചാപ്റ്റർ 11 ഓപ്പൺ എക്കണോമി, മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തുറന്ന സമ്പദ് വ്യവസ്ഥയും. ഇവിടെ പുറംബന്ധങ്ങൾ, ലിങ്കേജസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, വ്യാപാര ശിഷ്ടവും അടവ് ശിഷ്ടവും എന്നുള്ളത് എന്താണ്, കമ്പാരിസൺ ആണ്, താരതമ്യമാണ് കേട്ടോ. അടുത്തത് വിനിമയ നിരക്ക് നിർണ്ണയം, ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, ഈ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ടേ, ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത്. ഓക്കെ, വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്ത് ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് പാസ്സാകാം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവരെന്താണ് മിസ്സിന് ടെക്സ്റ്റ് ചെയ്യുക ഒരു നമ്പറിലോട്ട്. അപ്പോൾ മിസ്സ് പറഞ്ഞ ആ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഈ എക്സാം നമുക്ക് എക്കണോമിക്സ് പാസ്സായേ പറ്റൂ. ഓക്കെ, അപ്പോൾ 24 മാർക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതുക കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും പാസ്സാകട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും മിസ് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വീഡിയോ സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.